ഹായ് അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ പുതിയ ചാനലാണ്. അപ്പോൾ ഇത് കാണുന്നവർ ഫസ്റ്റായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ കുറച്ച് വിശേഷങ്ങളായിരിക്കും, നമ്മുടെ ഫാമിലി വ്ളോഗായിരിക്കും. അപ്പം ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അപ്പം മറിയക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പർച്ചേസിങ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവൾക്ക് ഉടുപ്പ് വാങ്ങാം എന്നൊക്കെ. നമ്മൾ ഉടുപ്പ് മോൾക്ക് അങ്ങനെ വാങ്ങാറില്ല, കാരണം ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സൗദിയിലാണ് കേട്ടോ. അപ്പം ഇപ്പോൾ 1.5 വർഷമായി ഇവിടെ. അപ്പം സൗദിയിലായതുകൊണ്ട് തന്നെ ഉടുപ്പ് അങ്ങനെ എടുക്കാറില്ല, കാരണം ഇവിടുന്ന് അങ്ങനെ കല്യാണം അങ്ങനെയൊന്നും പോകുന്നില്ല അല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ട്രൗസർ, പാൻറ്റ് അങ്ങനെയൊക്കെ എടുക്കില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് നമുക്ക് ഉടുപ്പ് എടുക്കാൻ ഭയങ്കര ആഗ്രഹം. പക്ഷേ സാധാ ഉടുപ്പല്ല, നമ്മൾ വിചാരിക്കുന്ന ഉടുപ്പ്. ഒരു എന്താ പറയണ്ടേ, പറഞ്ഞെന്നാൽ മനസ്സിലാവില്ല. അപ്പം എനിക്ക് പറയാനും അറിയില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷേ ഒരു വിധം ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി, എവിടുന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഫസ്റ്റായിട്ട് നമ്മൾ പോയത് മറ്റേ സെൻട്രൽ പോയിൻറ്റിലാണ് പോയത്. അപ്പം അവിടെയൊക്കെ കിട്ടുക. അപ്പോൾ അങ്ങനെ പോയി നോക്കുമ്പോൾ മോളെ പിടിച്ചാൽ കിട്ടുന്നില്ല. മോള് എന്താ പറയണ്ടേ, മൈതാനത്താറ്റം വിട്ട പോലെ ഓടിക്കളിക്കുക. അപ്പോൾ അങ്ങനെ ഓളെ വിട്ട് അങ്ങനെ ഓൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സ് നോക്കുന്നതാണ് ഉണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് നോക്കി, പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ സാധനം. അതിൻ്റെ ഇടയ്ക്ക് മോൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇങ്ങനെ എടുക്കും. അല്ലെങ്കിലും എവിടെ പോയാലും എന്തായാലും ഡ്രസ്സും ഓൾക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ നമ്മളെ ട്രോളിയിൽ നിറച്ചിടും. പോകുമ്പോഴാണ് അവിടെയൊക്കെ വെക്കൽ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഓരോ കുറുമ്പും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പഴുതി നോക്കി, എവിടെ നിന്ന് കിട്ടിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ അത്രയും നോക്കി. അവിടെ ഉടുപ്പൊക്കെ ഉണ്ട്. എനിക്കൊരു ഉടുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്, പക്ഷേ 100 റിയാലായിട്ടുണ്ട്. പക്ഷെ അതിന് മാത്രം അത് കാണാനില്ല. അവർ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ, പക്ഷേ എന്താ പറയണ്ടേ, അതാണെങ്കിൽ സൈസ് 3 വയസ്സിൻ്റെ സൈസേ ഉള്ളൂ താനും, 2 വയസ്സിൻ്റെ ഇല്ല. അപ്പോൾ മോൾക്ക് ഈ ഏപ്രിൽ 28-ന് 2 വയസ്സാവുന്നേ ഉള്ളൂ. മാഷാ അല്ലാ. അപ്പം ബർത്ത്ഡേ ആയിട്ടൊന്നും നമ്മൾ കഴിക്കുന്നില്ല, ജസ്റ്റ് ഒരു കേക്ക് മുറി. കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചിട്ട് എനിക്കിവിടെ ഒരുപാട് പേരെ വിളിച്ച് കഴിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ആവുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് മോൾ ഓരോ ഗ്ലാസ് എടുത്തിരുന്ന് അവിടുന്ന് എടുത്തിരുന്ന്, അത് ഇവിടുന്ന് റൂമിലായാലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പം അതാ വീണ്ടും ഓടാൻ തുടങ്ങി, കാരണം ഇവിടെ നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് പോവാമെന്നുള്ളതിൽ വിളിച്ചതാണ്, പക്ഷെ ഓളെ കിട്ടുന്നില്ല. ഓൾ ഓരോന്നും എടുത്തിട്ട് ഓടി കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ബാഗ് കണ്ടാൽ എന്താണെന്നറിയില്ല, ഭയങ്കര ക്രഷാണ്. ബാഗ് എടുത്തിട്ട് ഇടും, നടക്കും, അങ്ങനെയൊക്കെയാണ്. ലാസ്റ്റ് ട്രോളിയിൽ പിടിച്ചിരുത്തി. പക്ഷേ ഇതിൽ നിന്ന് കുറച്ച് സമയമായിരുന്നതിന് പിന്നെ അതിൽ നിന്നും ഓൾ എന്താ പറയണ്ടേ, ഓടിക്കളിക്കാൻ തുടങ്ങി ഇറങ്ങിയിട്ട്. അപ്പം നമ്മൾ എന്താ പറയുക, പക്ഷേ ഇവിടെ സെൻട്രൽ പോയിൻറ്റിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് മാക്സിൽ റെഡ് ടാഗിലൊക്കെ നമുക്ക് റേറ്റ് പിന്നെയും കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ സെൻട്രൽ പോയിൻറ്റിൽ എനിക്ക് തോന്നുന്നു കുറച്ച് അവർ പൈസ കൂടുതലായിട്ടാണെന്ന് തോന്നുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും. എന്നാലും മാക്സും നല്ല എന്താ പറയണ്ട ക്വാളിറ്റിയുള്ള സാധനമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്ര റേറ്റ് ഇല്ല കേട്ടോ. സെൻട്രൽ പോയിൻറ്റിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര റേറ്റാണെന്ന് തോന്നുന്നു. പോവലുണ്ട്, ഇതന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് പോവലുള്ളൂ, കാരണം ഇവളുടെ ഡ്രസ്സ് ഒരുവിധ സ്ഥലത്തു നിന്നൊന്നും മര്യാദയ്ക്ക് കിട്ടൂല. അവസാനം ഇത് കണ്ടു കേട്ടോ, ഇതിനെ കൊണ്ട് കളിക്കലാന്ന്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മാക്സിലെത്തി കേട്ടോ. മാക്സിന്ന് ഇങ്ങനെ നോക്കി, മാക്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഓൾ ബാഗ് കണ്ട്, ബാഗ് ഇതൊന്നും രണ്ടും എടുത്ത് ഇങ്ങനെ ട്രോളിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ബനിയാൻ ഞാൻ വാങ്ങിച്ച്. അപ്പം അത് ബില്ലടിക്കാൻ വേണ്ടി ഹസ്ബൻഡ് പോയ ടൈമിൽ ഇവളിങ്ങനെ ഓരോന്ന് എടുത്തിടലാണ് പണി. അപ്പം അത് നല്ല ബാഗ് കേട്ടോ, ബ്ലാക്ക് ബാഗ്. അതിന് 35 റിയാലേ ഉള്ളൂ. നല്ലൊരു ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നുന്ന ബാഗായിരുന്നു. എനിക്കിഷ്ടമായിന്. പക്ഷേ പിന്നെ വിചാരിച്ചതിൻ്റെ അടുത്ത് ഒരുപാട് ബാഗ് ഉണ്ട്, പിന്നെ ഞാൻ എടുത്തിട്ടില്ല. എനിക്കതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. നല്ല ലുക്കുള്ള ബാഗ്. പിന്നെ അതിൻ്റെ ചെറുത് എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പിന്നെ ആ ബാഗൊക്കെ ഞാൻ എടുത്ത് വെച്ച്. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ പിടിക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങിയിട്ട് പോകുന്ന ഉണ്ടായ.
അപ്പോൾ മാക്സിൽ എനിക്ക് നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സാധനങ്ങളുണ്ട്. ഓഫറുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ കൂടുതൽ ഡ്രസ്സൊന്നും നോക്കിയിട്ടില്ല. കാരണം എൻ്റെ അടുത്ത് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മോൾക്കും ഹസ്ബൻഡിനും മാത്രമേ നോക്കിയിട്ടുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലുലുവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലുലുവിൽ കുറച്ച് സാധനം മെയിൻ ഇവളെ ഡ്രസ്സും കൂടി നോക്കാമെന്നുള്ളതിൽ പോയത്. അപ്പോൾ അവിടെ നോക്കിയിട്ടും അവിടെ നിന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സാധനം വാങ്ങി. അപ്പം പിന്നെ മോള് പിന്നെ മിഠായി കണ്ട് മിഠായിക്ക് അങ്ങനെ ചോദിച്ചപ്പം കൊള്ളി മിഠായി ഓൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ അതും വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും തിരിയില്ല. കാരണം ലുലുവിൽ വരുത്ത് കുറവാണ്, കുറച്ച് വരാനുണ്ട് ലുലുവിൽ. അപ്പം അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മൾ ഒരുപാട് നടന്ന് ക്ഷീണം പിടിച്ച് ഇപ്പം റിട്ടേൺ പോവുകയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി ബർത്ത്ഡേ വ്ളോഗ് ഇടുന്നതായിരിക്കും. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ചെറിയൊരു വ്ളോഗായിരിക്കും. കാരണം നമ്മൾ അത്ര വലിയ ആഘോഷമാക്കുന്നില്ല, കഴിയുന്നില്ല ഒറ്റക്കായതുകൊണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇത് ലുലുവിൻ്റെ ഉള്ളിൽ കുറച്ച് ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല മോൾക്ക് ഡ്രസ്സ്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നാളെയായിട്ടും പോയിട്ട് ഇതേപോലെ നോക്കണം. ഇവളെ ഡ്രസ്സിന് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഇനിയും കിട്ടിയിട്ടില്ല ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയ ഡ്രസ്സും ഷൂ ഒക്കെ വാങ്ങാനുണ്ട് ഇൻഷാ അല്ലാഹ്.